ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. പള്ളിയിലൊക്കെ പോയിട്ടൊന്ന് ഫുഡൊക്കെ കഴിഞ്ഞ്, പിന്നെ ഇതൊരു എക്സാം സമയം കൂടെ പഠിപ്പിച്ച് അവരും കുഴഞ്ഞ് നമ്മളും കുഴഞ്ഞിരിക്കുന്ന ഒരു സമയം നോക്കി ഹസ്ബൻഡ് ചോദിച്ച് ചായ കുടിക്കാൻ പോയാലോ എന്ന്. ഒന്നും ഓർത്തില്ല, ഉടനെ തന്നെ ഇറങ്ങി ചായ കുടിക്കാനായിട്ട്. അപ്പം നിങ്ങൾ കൊച്ചിലുള്ളവരാണെങ്കിൽ ഈ ലൊക്കേഷൻ കാണുമ്പം തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി കാണും. കൊച്ചിലുള്ളവർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്നവർക്കും ഈ ലൊക്കേഷൻ അറിയായിരിക്കും. യെസ്, നമ്മൾ വന്നേക്കുന്നത് വണ്ടർലായിലോട്ടാണ്. വണ്ടർലായിലല്ല നമ്മൾ ചായ കുടിക്കാൻ ഇന്ന് വന്നത്, വണ്ടർലായിൽ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലോട്ടാണ് നമ്മളിന്ന് ചായ കുടിക്കാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാമോ ഈ സ്പോട്ട്? നേരത്തെ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് അറിയുന്നത്, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വണ്ടർലായ്ക്ക് പോകുന്നവർക്കും ശരി, വണ്ടർലായിൽ നിന്ന് വരുന്നവർക്കും ശരി, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കൊച്ചിയിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന എണ്ണ പലഹാരമാണ് ഇത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പൊന്നൂനും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിപ്പം കൊച്ചിയിലുണ്ടെങ്കിൽ 4 മണിയാകുമ്പം വിട്ടോ ഹോട്ടൽ റഗ്മത്തിലോട്ട്. ഇവരുടെ തന്നെ കടയാണ് ഈ കാണുന്ന കുഞ്ഞു തട്ടുകടയും. നല്ല അഫോർഡബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്പോട്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും ഉണ്ട്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഓൾറെഡി അവിടെ എല്ലാം ഫില്ലായിപ്പോയി. പിന്നെ ഞങ്ങൾ നിന്ന് കഴിച്ചു. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം പ്രൈസിങ് തന്നെ. ഏത് കടി എടുത്താലും 10 രൂപയും ചായ 10 രൂപയോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇൻഫോ പാർക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ഗ്രീൻസ് അങ്ങാടിയിലോട്ടാണ് പോകുന്നത്. ഫ്ലാറ്റിൽ പച്ചക്കറി എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് കയറാം, ഇനി സെപ്പറേറ്റ് അതിന് വേണ്ടി ഇറങ്ങി വരണ്ടല്ലോ എന്ന്. പിന്നെ ഗ്രീൻസിൽ അങ്ങനെ കയറി. ഗ്രീൻസിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇൻഫോ പാർക്കിൽ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് അറിയുന്നില്ല. ഇൻഫോ പാർക്കിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഈ ഗ്രീൻസ് ഉള്ളത്. അവിടെ ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കേക്ക്സ്, പേസ്ട്രീസ് അങ്ങനെ എല്ലാം കിട്ടും. ഞങ്ങളുടെ പൊന്നിനാണെങ്കിൽ അവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി പച്ചക്കറി എല്ലാം മേടിച്ച് അവിടെ നിന്ന് എല്ലാം ടാറ്റാ ബൈ ബൈ സി യു എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സൺഡേ ഈവനിങ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിൻ്റെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.